അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന അതിപ്രധാനപ്പെട്ട ഒരു സൂറത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെയും മനഃപ്പാടമുള്ള, ദിവസവും ഓരോ നിസ്കാരങ്ങളിൽ ഓതി വരുന്ന, ഓതില്ലെങ്കിൽ നിസ്കാരം സ്വഹിയാകാത്ത ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നമുക്കൊക്കെയും മനഃപ്പാടമുള്ള ഒരു സൂറത്താണ്. എന്നാൽ തജ്വീദ് നിയമപ്രകാരം, ഖുർആനിന്റെ നിയമപ്രകാരം ആ ഒരു സൂറത്ത് എത്ര ആളുകൾക്ക് അറിയാമെന്ന് ചോദിച്ചാൽ കുറച്ചേ ആളുകളെ ഉള്ളൂ. അള്ളാഹു നമുക്ക് നല്ല രൂപത്തിൽ ഖുർആനിന്റെ എല്ലാ നിയമങ്ങൾ പഠിച്ച് ആ നിയമത്തിലൊത്ത് നമുക്ക് ഖുർആൻ പാരായണം നടത്താൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, ആ ഒരു സൂറത്തുൽ ഫാത്തിഹന്റെ മഹത്വം നിങ്ങൾക്കൊന്ന് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പല ഉദ്ദേശങ്ങൾ, പല ആവശ്യങ്ങൾ, പല ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ആ ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടാൻ, പെട്ടെന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് സഹായം ലഭിച്ച് ആ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് സാധിപ്പിച്ചു കിട്ടാൻ മഹാന്മാർ പഠിപ്പിച്ച ഫാത്തിഹയിലൂടെ ഒരു പരിഹാരമാർക്കും. അതായത് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം, സുന്നത്ത് നിസ്കാരത്തിന് ശേഷം, മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഒരാള് ആ ഇരുത്തത്തിൽ തന്നെ 40 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി തീർത്താൽ അവന്റെ ഏത് ഉദ്ദേശവും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ ഒരു സൂറത്തിന് ഇശാ നിസ്കാരത്തിന് ശേഷം 28 തവണ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഒരാൾ രോഗിയായ, അതായത് പനി പിടിച്ച ഒരാളുടെ അടുത്ത് ചെന്ന്, പനി പിടിച്ച ഒരാൾക്ക് സൂറത്തുൽ ഫാത്തിഹ 40 തവണ വെള്ളത്തിൽ അതിനെ ഓതി മന്ത്രിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിനെ പനി പിടിച്ച ആളുടെ ശരീരം മുഴുവനും ആ വെള്ളത്തിൽ തടവിക്കൊടുത്താൽ അദ്ദേഹത്തിന്റെ പനി ഭേദമാകും, അത് സുഖപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രോഗിയായി കിടക്കുന്ന ഒരാളുടെ അടുത്ത് ഈ ഒരു സൂറത്തിന് 41 തവണ, പനിയല്ല, മറ്റു രോഗമാണ്, വേറെ രോഗമാണെങ്കിലും 41 തവണ ഈ ഒരു സൂറത്ത് ഓതി ശരീരത്തിൽ മന്ത്രിച്ചാൽ ആ രോഗം സുഖപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ഭുത സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഏത് രോഗവും സുഖപ്പെടാൻ മഹാന്മാരൊക്കെയും മന്ത്രിക്കുന്ന, നമുക്കെയും മന്ത്രിക്കാൻ വേണ്ടി ഉസ്താദന്മാരുടെ അടുത്തേ ചെന്നാൽ അവരൊക്കെയും മന്ത്രിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതതിന്റെ ശൈലിയിൽ, അതായത് തജ്വീദിന്റെ നിയമാനുസൃതമായ ഒരാൾ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മന്ത്രത്തിൽ നല്ല ഫലം കിട്ടും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഖുർആൻ അതിന്റെ നിയമപ്രകാരം പഠിച്ച് ഓതാനുള്ള മഹാഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.